ഇന്നലെ ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആ ഒരു മണിക്കൂറിൽ തന്നെ അതല്ലെങ്കിൽ അപ്പോൾ തന്നെ ഇറാൻ ഒരു 10 മിനിറ്റിൽ 100 ബോംബുകളാണ് ലെബനൻ എന്ന രാജ്യത്ത് വിക്ഷേപിച്ചത്. അവിടേക്ക് ബോംബുകൾ വർഷിച്ചു. സാധാരണ രീതിയിൽ ഒരു വെടിനിർത്തൽ വരുന്നതിൻ്റെ ആ സമയത്ത് ഇപ്പോൾ ഹമാസായിട്ട് ഒരു വെടിനിർത്തൽ വരുന്ന ആ സമയം തന്നെ ആവുന്നത്ര പൊട്ടിച്ച് തീർക്കുക. അത് ഇറാനും ചെയ്തു. ഇറാൻ വിട്ടത് ബഹ്റൈനിലേക്കും ഖത്തർ, UAE, സൗദി അറേബ്യ ഈ രാജ്യങ്ങളിലേക്ക് അവരും പൊട്ടിച്ചു വിട്ടു. അത് സർവ്വസാധാരണമാണ്. പക്ഷേ ഇത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോംബ് വർഷമാണ് അവർ നടത്തിയത്. 10 മിനിറ്റിൽ 100 ബോംബുകൾ അവർ വർഷിച്ചു. 200-ലും മേലെ ജനങ്ങൾ അവിടെ മരണമടഞ്ഞു. ലെബനൻ ഇറാൻ കരാറിലില്ല എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. അമേരിക്ക പറയുന്നത് എന്നാൽ അതിൻ്റെ ഭാഗമല്ല. അമേരിക്കയും പറയുന്നത് ഇസ്രായേലിനെ പോലെ തന്നെ അത് ലെബനൻ ഇതിൻ്റെ ഭാഗമല്ല, ഈ കരാറിൽ, വെടിനിർത്തൽ കരാറിൽ അതിൽ ധാരണയിലുള്ളതല്ല. എന്നാൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഇത് അതിൻ്റെ ഭാഗമാണെന്നാണ്, ഈ വെടിനിർത്തലിൻ്റെ ഭാഗമാണ്, എല്ലാ വെടിനിർത്തലെന്നും പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഒരു വെടിനിർത്തലിൻ്റെ പേരിൽ ഇന്ന് ഇറാൻ ആ കടലിടുക്ക് ഫ്രീ ആയിട്ട് 2 ആഴ്ചത്തേക്ക് തുറന്നു കൊടുക്കാനായിരുന്നു ധാരണ. 2 ആഴ്ച വെടിനിർത്തലിൽ കടലിടുക്ക് തുറന്നു കൊടുക്കണം, ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണം, ഒപ്പം തന്നെ വെടിനിർത്തലും. അത് തടഞ്ഞു വെച്ചു. കാരണം നിങ്ങൾ ഇവിടെ ലെബനനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടപ്പോൾ എന്തുകൊണ്ട് ലെബനനെ ടാർഗറ്റ് ചെയ്യുന്നു? ലെബനെ ടാർഗറ്റ് ചെയ്യാതെ ഇതിൻ്റെ പ്രോക്സികളാണ്, ഇറാൻ്റെ പ്രോക്സികളാണ്. ലെബനനായാലും ഗാസയിലെ ഹമാസ് ആണെങ്കിലും അങ്ങനെയുള്ള സിറിയയിലുള്ള കുറേ ശക്തികൾ അവർ കെട്ടിപ്പടുത്തുകൊണ്ടിരുന്ന തീവ്രവാദ സംഘടനകളും ഇസ്ലാമിക തീവ്രവാദം ഇത് പാല് കൊടുത്ത് വളർത്തുന്നതാണ് ഇതിൻ്റെ ഭാഗം. പക്ഷേ ഹെസ്ബുള്ള ഒക്ടോബർ 7, 2023 ശേഷം അവിടെ നടത്തിയ ആക്രമണങ്ങളിൽ, കാരണം ഹെസ്ബുള്ള വലിയ കാര്യമായിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചില്ല. ഇസ്രായേലിൻ്റെ വടക്കേ ഭാഗത്ത് കുറച്ച് ബോംബുകൾ വിക്ഷേപിച്ചു എന്നല്ലാതെ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ അതിന് ബദലായിട്ട് ഇസ്രായേൽ അവരുടെ നേതാവിനെ, ഈ നസ്രുള്ളേനെ തന്നെ എടുത്തു കളഞ്ഞു. 14 നില താഴേക്ക് കുഴിച്ച് ഒളിച്ചിരുന്ന നസ്രുള്ളേനെ. എന്നിട്ടും അവർ ഇപ്പോഴും ഓരോ ബോംബുകൾ, കാരണം അതൊരു ശല്യം ഉണ്ടാക്കാനായിട്ടാണ്. ഇറാൻ ആക്രമിച്ച സമയത്ത് ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗത്ത് ഒരു ശല്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെസ്ബുള്ള ബോംബ് ചെയ്തു. പക്ഷേ ഇറാൻ്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ യുദ്ധമുഖം തുറന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ഭയങ്കര ബോംബിങ് നടത്തി. ബോംബിങ് നടത്തുകയല്ല, 30 മൈൽ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഭാഗം പിടിച്ചെടുത്തു. ഇറാനായിട്ടുള്ള യുദ്ധം നടക്കുന്നതിനിടയിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ബോംബുകൾ ആരാ ഇറാന് കൊടുക്കുന്നത്? ഇസ്രായേൽ. ആരാണ് ഇസ്രായേലിന് ബോംബ് കൊടുക്കുന്നത്? ഇസ്രായേലിൻ്റെ വലിയ ബോംബിൻ്റെ നിർമ്മാണം മുഴുവൻ നടക്കുന്നത്, ഒട്ടനവധി ഇത് നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയാണ് നിർബന്ധിച്ച് കപ്പലുകൾ അടക്കം, അത് രഹസ്യമായിട്ടുള്ള നീക്കം വഴിയാണ് അത് കടന്നു ചെല്ലുക. ഇന്ത്യയാണ് ഇറാന് ബോംബുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. ടെക്നോളജി ചിലപ്പോൾ ഇസ്രായേലിന് അത്ര കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥലമില്ല ഇതൊന്നും ഉണ്ടാക്കാനായിട്ട്. ഇന്ത്യ പോലെയുള്ള മറ്റ് ചെറു രാജ്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ വെടിനിർത്തലിൻ്റെ അതേ നിമിഷത്തിൽ അവർ വെടിവെച്ചിരിക്കുകയാണ്. 10 മിനിറ്റ് കൊണ്ട് 100 ഇടങ്ങളിൽ ബോംബുകൾ വർഷിച്ചിരിക്കുകയാണ് ലെബനൻ്റെ ഉള്ളിൽ ഹെസ്ബുള്ളയ്ക്കെതിരെ. നമ്മൾ ഇതിനെ ഒന്നും കൂടി വേറൊരു അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കുമ്പോൾ, ലെബനനിൽ ഫ്രാൻസിന് വലിയ ഒരു താല്പര്യമുണ്ട്. ഫ്രാൻസിലെ എന്തോ ഒരു മിലിറ്ററി ബേസൊക്കെ ഉണ്ട്. 1980-കളിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഹെസ്ബുള്ള ബോംബ് വെച്ച് ഇറാൻ്റെ പിന്തുണയോടുകൂടി ബോംബ് വെച്ച് തകർത്തോട് കൂടിയിട്ട് അമേരിക്ക അവിടുത്തെ മെറീൻ ബേസും അവിടുത്തെ മിലിറ്ററി ആയിട്ടുള്ള ബന്ധപ്പെട്ടത് 1983-ലോ മറ്റോ അവസാനിപ്പിച്ച് പുറത്തു വന്നതാണ്. എന്നിരുന്നാൽ കൂടി ഫ്രാൻസിന് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള മിലിറ്ററി ബേസുകളോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബന്ധങ്ങൾ ലെബനാനായിട്ടുണ്ട്. ലെബനൻ്റെ പ്രത്യേകത, അതൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. പിന്നീട് അത് മുസ്ലിം രാജ്യമായിട്ട് അത് ഹെസ്ബുള്ള വളർന്നു വന്ന് അടിച്ച് തകർത്ത് ഭീഷണിപ്പെടുത്തി മതം മാറ്റി കൊണ്ടുവന്നതാണ് ലെബനൻ എന്ന് പറഞ്ഞ രാജ്യം. എന്നാൽ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അടി, ആ ഒരു ഹെസ്ബുള്ളയ്ക്ക് ഭയങ്കരമായിട്ട് അടി. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഒഫീഷ്യൽ മിലിറ്ററി, ലെബനൻ എന്ന രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ മിലിറ്ററി ഇതിൽ ഭാഗമല്ല ഹെസ്ബുള്ള. പക്ഷേ ഹെസ്ബുള്ള ഏകദേശം സ്വതന്ത്രമായിട്ട് അവരെ വിരഹിക്കുന്നുണ്ട്. അപ്പോൾ ആ മിലിറ്ററി ഈ ഇറാൻ്റെ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കലാണ് സാധാരണ രീതിയിൽ പതിവ്. ലെബനൻ്റെ ഒഫീഷ്യൽ മിലിറ്ററി അവിടെ
ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനപതി, അവിടുത്തെ അധികാരി എന്ന് പറയുന്നത് ജോസഫ് ഒബോൺ, ഒരു ക്രിസ്ത്യൻ വംശജനാണ്. അപ്പോൾ അവിടെ പ്രസിഡന്റ് മുസ്ലിം ആയിരിക്കുമ്പോൾ ഈ പ്രൈം മിനിസ്റ്റർ ഇതായിരിക്കും, ക്രിസ്ത്യൻ ആയിരിക്കും. അങ്ങനെ ഒരു ധാരണയിലാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ വലിയൊരു ഭാഗം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് ലെബനൻ ഇതിനെ ചെറുത്ത് നിൽക്കുന്നില്ല. ചെറുത്ത് നിൽക്കുന്നത് മുഴുവനും ഇമ്മാനുവൽ മാക്രോണാണ്. ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോണാണ് ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഏകദേശം ഒരു 2024 ലെബനെതിരെ ഭയങ്കരമായിട്ടുള്ള ശക്തമായ ബോംബിങ് നടന്നപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ വന്നിട്ടാണ് വെടിനിർത്തൽ ഇസ്രായേലിനോട് പറഞ്ഞ് കെഞ്ചി ഇതാക്കിയത്. പക്ഷേ ഇത്തവണ ഇമ്മാനുവൽ മാക്രോൺ ഇത് അമേരിക്കയുടെ കൂടെ ഇതിന് ഇറാൻ്റെ ആ ഒരു ഇതിൽ വരാത്തത് കൊണ്ട് ഇസ്രായേലിനും അതിൽ ഒരു ചെറിയ നീരശമുണ്ട്. അതായിരിക്കുമോ ഇപ്പോൾ ലെബനനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ വലിയൊരു 30 കിലോമീറ്റർ ഉള്ളിലേക്ക് സദേൺ ലെബനോൻ്റെ വലിയൊരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ആ പ്രദേശത്ത് ഒപ്പം തന്നെ സിറിയയിലെ ഗോലാൻ കുന്നുകൾ, ഈ പ്രദേശം ഇസ്രായേൽ വികസിച്ച് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ നടക്കുമ്പോൾ ഫുൾ ഫോക്കസ്, ഇസ്രായേലിൻ്റെ ഫുൾ ഫോക്കസ് പോകുന്നത് ലെബനനിലേക്കാണ്. വെടിവെച്ച് അവിടെ ആ പ്രദേശം അവിടെ അടിച്ചില്ലാണ്ടാക്കാണ്. കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ആ ലെബനൻ അവിടെ അടിച്ചൊതുങ്ങിയ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇസ്രായേൽ തിരിച്ച് ഇറാനിൽ വരേണ്ടി വന്നാൽ വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇസ്രായേൽ. ഒന്നോളം ബോംബ് ചെയ്യണോ, ഞങ്ങൾക്ക് എവിടെയായാലും കുഴപ്പമില്ല, ഒന്ന് ബോംബ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഹമാസ് പൊന്തി വരും. ഹമാസിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഗാസയിൽ പോയിട്ട് ബോംബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ആഴ്ചത്തെ വെടിനിർത്തലിനിടയിൽ ഇസ്രായേൽ ചെയ്തിരിക്കുന്ന കാര്യമാണ് ലെബനനിൽ നടക്കുന്ന 100 ബോംബുകൾ കുറച്ചത് വൻ നാശനഷ്ടം. മനുഷ്യർ 200 ആൾക്കാരിൽ മേലെയാണ് അവിടെ ലെബനനിൽ പോയിരിക്കുന്നത്. ചിലപ്പോൾ 2 ആഴ്ച ഇസ്രായേലിൻ്റെ ഫോക്കസ് ഇവിടെ ആയിരിക്കാൻ, ലെബനനിലായിരിക്കാനാണ്, ഹെസ്ബോളിക്കെതിരെ ആയിരിക്കാനാണ് സാധ്യത എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്.